ഹലോ, നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണോ എല്ലാവർക്കും? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ ആർക്കെങ്കിലും? എന്നാ അന്ന് വലിയായിട്ട് ആലോചിച്ച് തലമുണ്ടാക്കൊന്നും വേണ്ട. വാലന്റൈൻസ് ഡേയുടെ തലേദിവസം ഫെബ്രുവരി 13 വല്ലതൊക്കെ വാങ്ങിക്കണ്ടേ? മനസ്സമാധാനപരമായ കുടുംബജീവിതത്തിന് വാങ്ങിച്ചോ? അതോ ഗിഫ്റ്റൊക്കെ കരുതി വെച്ചേക്കുവാണ്? ഞാൻ ഈ ചോദിക്കുന്നതേ നമ്മുടെ ലവേഴ്സിനോടോ പ്രണയിക്കുന്നവരോടോ ഒന്നും അല്ല കേട്ടോ. മനസ്സമാധാനപരമായ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന കെട്ടിയവനോടും കെട്ടിയോളുമാരോടും ഒക്കെയാ. കെട്ടിയോളുമാരോടെ ഞാനൊരു കാര്യം പറയാം. എന്റെ വീഡിയോ കാണുന്നവരോടാണ്. നിങ്ങൾക്ക് ഇതുവരെ കെട്ടിയോ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കെട്ടിയോമാരുടെ അടുത്തേക്ക് ഇരുന്ന് ഫോണൊക്കെ നോക്കി, ചേട്ടാ ഇതെങ്ങനെയുണ്ട്, ഈ ഫോൺ എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാവോ, അല്ല ഈ ജ്വല്ലറി നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ക്ലൂ ഒക്കെ കൊടുക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാവും ലവളുമാരുടെ ചാട്ടം എങ്ങോട്ടാത്. അപ്പം ഒരുമാതിരിപ്പെട്ട കെട്ടിയന്മാരൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചു വെച്ചേക്കും. അതല്ല എങ്കിൽ പിന്നെ എങ്ങനാ കാട്ടിനകത്ത് ഇങ്ങനെ കെട്ടിയോൻ കാണുക, ഇത് ഈ ഒരു സാധനം ഞാൻ കാട്ടിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയാം. അപ്പൊ വാങ്ങിച്ചു തരും കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ. എന്റെ എന്താ പറയുന്നത്, എന്റെ നുറുക്കു വിദ്യകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അതല്ലേ പിന്നെ എന്നാ ചെയ്യുന്നേ അല്ലേ? നമുക്ക് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കും വാങ്ങിച്ചാൽ ഇഷ്ടമൊന്നും കാണുന്നില്ല. ഇനി വല്ലതും വാങ്ങിച്ചോന്നും അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് പെണ്ണുങ്ങളോടുള്ള കേട്ടോ. പിന്നെ എന്റെ വീഡിയോ കാണുന്ന ആണുങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വലിയ വിലയുടെ സാധനം വേണമെന്നോ ഡയമണ്ട് നെക്ലേസ് വേണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ചെറിയൊരു നെയിൽ പോളിഷ് ആയാലും മതി. നാളെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, വലിയ വിലയുടെ ഒന്നും വേണ്ട. അവളുമാര് ഹാപ്പി ആകുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സമാധാനപരമായ കുടുംബജീവിതം നിങ്ങൾക്ക് വേണോ? ഞാൻ പറയുന്നത് കേട്ടോ. അല്ല നെയിൽ പോളിഷോ അല്ലെങ്കിൽ എന്തോ അല്ല പെർഫ്യൂമോ അല്ല ചെറിയ വാച്ചോ ഇതൊക്കെ സാധനം വാങ്ങിക്കാം. ചുമ്മാ വാച്ചങ്ങ് കൊടുത്ത് ഞെട്ടിക്കുന്നേ. നാളെ വാലന്റൈൻസ് ഡേ പ്രേമിക്കുന്നതോടെ മാത്രമൊന്നുമല്ല, മനസ്സിൽ സ്നേഹമുള്ള എല്ലാവർക്കും കൂടെ നമുക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്യാന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇതിപ്പോ ഇത് വാങ്ങിച്ചൊന്നും കൊടുത്തില്ലല്ലോ ഒന്നും സംഭവിക്കുകയല്ല. പിന്നെ സമാധാനപരമായ കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ എന്നേ എനിക്ക് പറയാനുള്ളൂ, അല്ലേ? നമുക്കൊരു നിമിഷം മതി കുടുംബം കലക്കാനും കുടുംബം പുഷ്ടിപ്പെടുത്താനും. അതൊക്കെ ഓർമ്മയുണ്ടേ നല്ലതാ. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. പിന്നെന്നാ വേറെ എന്നാന്നേ പറയാനുള്ളത്? വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് വാലന്റൈൻസ് ഡേ.